മടക്കയാത്രയിൽ അവർ സംസാരിച്ചില്ല. അവൾ അയാളുടെ രണ്ടടി പിറകിലായി സാവധാനം നടന്നു. അയാൾ ഉല്ലാസത്തോടെ ഒരു പഞ്ചാബി പ്രേമഗാനത്തിൻ്റെ വരി വീണ്ടും വീണ്ടും മൂളിക്കൊണ്ടിരുന്നു. ഗോൾഡൻ നുക്കിൻ്റെ പടിക്കലെത്തിയപ്പോൾ അയാൾ നിന്നു. അവളും. നന്ദി. എന്തിന്? നല്ല ഒരു സായാഹ്നം കൂടി കിട്ടിയതിന്. ടീച്ചർജിക്ക് നന്ദി. ഈശ്വരനും ലോകത്തിനും നന്ദി. നല്ല ഒരു സായാഹ്നം. ഈ സർദാർജി തന്നെ പരിഹസിക്കുകയാണോ? നാളെ വൈകുന്നേരം എന്താണ് പരിപാടി ടീച്ചർജി? ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ഒരു വൈകുന്നേരം ഞാൻ കടം വാങ്ങട്ടെ. ഇന്ന് വീണ് കിട്ടിയതാണല്ലോ. നമുക്ക് ഒരു ബോട്ട് യാത്ര നടത്താം. അപരിചിതനായ ഈ മനുഷ്യൻ കൂടുതൽ സ്വാതന്ത്ര്യമെടുക്കുകയാണ് എന്ന് ബോധ്യമായി. അകന്നകന്ന് മാറാൻ നോക്കുമ്പോൾ അയാൾ അടുത്തേക്ക് കയറിപ്പറ്റുന്നു. എല്ലാ വൈകുന്നേരവും ഞാൻ ആവശ്യപ്പെടുന്നില്ല ടീച്ചർജി. നാളെ മാത്രം നോക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഞാൻ ബോർഡിംഗ് ഹൗസിൻ്റെ പടിക്കൽ വന്ന് വിളിക്കാം. ശരിയെന്നോ വേണ്ടെന്നോ പറയാതെ അവൾ തൻ്റെ കമ്പിവേലിക്ക് നേരെ നടന്നു. ഒരു നിമിഷം പ്ലീസ്. നടത്തം പതുക്കെയാക്കി. മരിച്ചു പോയവരെ ഓർത്ത് ഉറക്കം കളയരുത്. ജീവിച്ചിരിക്കുന്നവർ ഒരുപാടുണ്ടല്ലോ ഭൂമിയിൽ. പോർട്ടിക്കോവിലെ ട്യൂബ് ലൈറ്റ് ശരിപ്പെടുത്തുകയായിരുന്നു അമർ സിംഗ്. നേരം ഒരുപാടായല്ലോ ബീബിജി. മലയിൽ സന്ധ്യയ്ക്ക് തനിയെ നടക്കരുത് ബീബിജി. പല്ലളിക്കുകയും സീൽക്കാരം പുറപ്പെടുവിക്കുകയും ചെയ്ത ശേഷം ട്യൂബ് കത്താൻ തുടങ്ങി. സന്ധ്യയ്ക്കോ പാതിരയ്ക്കോ എപ്പോൾ വേണമെങ്കിലും ലോകത്തിന് ചുറ്റും നടന്നോളൂ. പേടിക്കാനില്ല. നൈനി ദേവിയുടെ കാഴ്ചപ്പാടുള്ള സ്ഥലമാണല്ലോ. മലയിലോ? പരിഹാസത്തോടെ ചോദിച്ചു. തമാശയല്ല ബീബിജി. ചന്ദൻ സിംഗിനെ കേട്ടിട്ടുണ്ടോ? വിമല താല്പര്യം കാണിച്ചില്ല. അമർ സിംഗ് ഒരു ചരിത്രം തുറക്കുകയായിരിക്കും. നിങ്ങൾ കേട്ടത് MT വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന നോവെല്ലയിൽ നിന്നും. അവതരിപ്പിച്ചത് ഷഹീൻ ഇസ്. നന്ദി, നമസ്കാരം.